നല്ലൊരു ശതമാനം ആളുകൾക്ക് അതൊരു പുതിയൊരു സംഭവമാണ്. ശരിക്കും ബുക്ക് മാർക്സ് ഇങ്ങനൊരു സംഭവമുണ്ട്. ശരിക്കും പുസ്തകങ്ങൾക്ക് വായിക്കുമ്പോൾ വെക്കാൻ വേണ്ടി ഒരു സാധനം പ്രത്യേകം. ഹലോ ഗൈസ്, നമുക്കിന്നൊരു റീഡിംഗ് ജേർണലും ഒരു കലണ്ടറും കുറച്ച് ബുക്ക് മാർക്സ് ഒക്കെ കണ്ടാലോ? കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള തീമില് അവർക്ക് ഇഷ്ടമുള്ള ഓതേഴ്സിന്റെ ലൈൻസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. കൂടുതൽ പോപ്പുലർ ആയത് വാരണമായിരുന്നു. കാരണം ഒരു പല തരത്തിലുള്ള ഓഡിയൻസിലേക്ക് എത്തിയത് അതാണ്. അതിന് മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോസ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഓഡിയൻസിലേക്ക് മാത്രം എത്തുന്നത്, ചില വേർഡുകളുടെ മാത്രം അർത്ഥം. സെയിലുണ്ടോന്നൊക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങിയപ്പം മറ്റേ മനസ്സിൽ ലഡു പൊട്ടിയ അവസ്ഥയായി. പിന്നെ ഗ്രീറ്റിംഗ് കാർഡ്സ് ചെയ്തു തുടങ്ങി. പിന്നെ കുറെ അധികം പ്രിന്റ് സാധനങ്ങൾ ഇറക്കി തുടങ്ങി. നമ്മൾ വരച്ച് ഡിസൈൻ ചെയ്തിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പല വീഡിയോസിൽ എന്റെ ഒറിജിനൽ ആയിട്ടുള്ള അങ്ങനെ തന്നെ വന്നു പോയിട്ടുണ്ട്. ഈ വട്ടത്തിനാണ് അങ്ങനെ വന്നെന്ന് പറയുന്നത്. അതുപോലെ വരുന്ന ചില സമയങ്ങളിൽ നമുക്ക് മറ്റേ ആപ്പിൾ വീഴുന്ന പോലത്തെ ചില സാധനങ്ങൾ ചില സമയത്ത് നമുക്ക് തോന്നുന്നുണ്ട്. മാണിക്യ ചെമ്പഴുക്ക ഈ പറയുന്നത് നമ്മൾ ആ യൂസ് ചെയ്യുന്ന കളർ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് മാണിക്യം പോലെ എന്നുള്ള അർത്ഥത്തിലാണ് സൂര്യനെ കാണിക്കാൻ വേണ്ടി പറയുന്ന ഒരു സംഭവം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ കുട്ടിച്ചോറെന്ന് പറയുന്ന വാക്ക്, കുട്ടിച്ചോറെന്ന് പറയുന്ന വാക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ കുട്ടിച്ചോറെന്ന് പറയുന്നത് നമുക്കറിയില്ല. ഈ കുട്ടിച്ചോറാക്കി എന്ന് പറയുന്നത് നശിപ്പിച്ചു എന്നുള്ള അർത്ഥം നമുക്കറിയാം. പൊക്കം കുറഞ്ഞ മതിൽ അല്ലെങ്കിൽ ഭിത്തി എന്നുള്ള അർത്ഥമാണ് ഈ കുട്ടിച്ചോരെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ തകർന്നു വീണ അല്ലെങ്കിൽ ഈ വളരെ പണ്ടത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരാളുടെ വീട്. വാരണമായിരം എന്ന സിനിമ കണ്ട എത്ര പേർ ആ സിനിമയ്ക്ക് എന്തുകൊണ്ട് ആ ടൈറ്റിൽ വന്നു, ആ ടൈറ്റിലിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് ആലോചിച്ചിട്ടുണ്ടാവും, അത് തേടി പോയിട്ടുണ്ടാവും എന്നുള്ളത് എപ്പോഴും ആളുകൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പരസ്പരം പറയുന്ന ഒരു കാര്യമാണ്. ഇതിന് കൃത്യമായൊരു ഉത്തരം പറഞ്ഞുകൊണ്ട് റീൽ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് ബാഡ് ഓഫ് സ്മോൾ തിങ്സ് ആദ്യമായി ശ്രദ്ധയിൽപ്പെടുന്നത്. അവരുടെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂയിലേക്ക് കടക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഈ വാരണമായിരം റീലാണ് ആദ്യം ഞാനായിട്ട് ശ്രദ്ധിക്കുന്നൊരു റീൽ. എൻ്റെ കൂട്ടത്തിലുള്ള ആളുകളും അത് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ വാരണമായിരം സിനിമ കണ്ടവർക്കറിയാം, അതിൻ്റെ ക്ലൈമാക്സിനോട് അടുപ്പിച്ചിട്ട് അതിൻ്റെ ഒരു അർത്ഥവും അതിൻ്റെ ഒരു കാര്യം സിമ്രാൻ അതിൻ്റെ ഒരു സർഫസ് ലെവലിലൂടെ പറയുന്നുണ്ട്. ശരിക്കും ആ വാരണമായിരം റീലാണ് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു അർത്ഥത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റിലേക്ക് എത്തുന്നത്? അതിനു മുമ്പ് ശരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ കൂടുതൽ പോപ്പുലർ ആയത് വാരണമായിരുന്നു. കാരണം ഒരു പല തരത്തിലുള്ള ഓഡിയൻസിലേക്ക് എത്തിയത് അതാണ്. അതിന് മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോസ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഓഡിയൻസിലേക്ക് മാത്രം എത്തുന്നത്, ചില വേർഡുകളുടെ മാത്രം അർത്ഥം. ഇപ്പൊ കന്മതം ചെയ്തിരുന്നതിന് മുമ്പ് സിനിമ പേരുകളുടെ ടൈറ്റിൽ ചെയ്യാന്നുള്ളൊരു താല്പര്യം ചിലത് ഇടയ്ക്ക് അങ്ങനെ ചെയ്യുകയാണ്. അപ്പൊ കന്മതം ആദ്യം വൈറലാകുന്നത് കന്മതമാണ്. അപ്പം അതിന് പിന്നാലെയാണ് ഇത് വൈറലാകുന്നത്. പക്ഷെ ഇതിൽ നിന്നാണ് കൂടുതൽ റെസ്പോൺസ് വരുന്നത്. ആളുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള റെസ്പോൺസ്. ഒരുപാട് പേർക്ക് വളരെ ഈ നമ്മുടെ ഒരു റീല് ആളുകൾ മൾട്ടിപ്പിൾ ടൈംസ് കാണുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന അതിൽ നിന്നായിരുന്നു ശരിക്കും. ഇത് വരണമായ ശരിക്കും നമ്മൾ സിനിമ ആദ്യം കാണാൻ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ്. അപ്പം ആ സമയത്ത് നമ്മൾ അത്ര ചിന്തിക്കുന്നില്ല അതിനെ പറ്റിയിട്ട്. പക്ഷെ ഈ വേർഡുകളോടുള്ള താല്പര്യം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്നാൽ ഇതെന്തായിരിക്കും ഇങ്ങനൊരു പേര്, ഇങ്ങനൊരു പേരിന് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. കാരണം ഈ ഒരു സംഭവം നമുക്കൊരു അർത്ഥം കിട്ടുന്നില്ല. ഈ 1000 വരുന്നുണ്ട്, എന്താ സംഭവം എന്നുള്ളത്. പിന്നെയാണ് ഈ വാരണം എന്ന് പറയുന്ന ആനയാണെന്നുള്ളതും 1000 ആന എന്നുള്ളതാണ് 1000 എലിഫൻസ് എന്ന് പറയുന്ന അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം വിക്കിപീഡിയ നോക്കി അത് കാണാം. പക്ഷേ ഈ 1000 എലിഫൻസ് പറഞ്ഞാൽ ഈ സിനിമയായിട്ട് എന്താ ബന്ധം എന്നുള്ളത് വരുമ്പോഴാണ് പിന്നെ ഈ നാച്ചിയാർ തിരുമൊഴി എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു വലിയ ഹിസ്റ്ററിയിലേക്കും ആണ്ടാൾ കാണുന്ന കാനവും ഈ പറഞ്ഞാലും മഹാവിഷ്ണുവിന്റെ ഒരു എഴുന്നള്ളത്ത് 1000 ആനകളുടെ അകമ്പടിയോടെ വരുന്നു എന്ന് പറയുന്ന ഒരു പിക്ചറൈസ്, അതിൽ നിന്നാണ് ഈ ഒരു പേരെടുത്തേക്കെന്നൊക്കെ പറയുന്ന ഒരു വലിയ ഹിസ്റ്ററിയും അതിൻ്റെ ഒരു രസമാണ്. നമ്മൾ ശരിക്കും ഇതിനകത്ത് അങ്ങ് അഭിനമിച്ചിട്ട് അങ്ങ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു സന്തോഷം നമുക്ക് ഇതിങ്ങനെ ഷെയർ ചെയ്യുന്നതിനുള്ള നമുക്ക് കിട്ടുന്ന ഒരു ത്രില്ലുണ്ടല്ലോ, ഒരു കിക്കുണ്ടല്ലോ, അതിലങ്ങ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ പേരുകൾ, യഥാർത്ഥ പ്രൊഫഷൻ ഒന്ന് പറയാമോ? എൻ്റെ പേര് വിവേക് എന്നാണ്. ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. അപ്പോൾ ഞാനൊരു പബ്ലിക്കേഷൻസ് വർക്ക് ചെയ്യാണ്. ഒരു 11 കൊല്ലമായിട്ട് പബ്ലിക്കേഷൻസ് കോട്ടയത്ത് തന്നെയാണ്. എൻ്റെ പേര് ആതിര എന്നാണ്. ഞാൻ ടീച്ചറായിരുന്നു. പക്ഷെ ഇപ്പൊ ഫുൾ ടൈം ആർട്ടിസ്റ്റായിട്ട് സ്വന്തമായി ബിസിനസ് ഒക്കെ നടത്തി വരുന്നു. ആദീസ് ലിറ്റിൽ തിങ്സ് എന്നാ പേര്. അത് ഞാൻ കാണുന്നൊക്കെ. ഈ ലിറ്റിൽ തിങ്സിലേക്കും വളരെയധികം ഡീറ്റെയിലിങ്ങും അല്ലെങ്കിൽ വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് നിങ്ങൾ ഇറക്കുന്നുള്ളൂ. എന്നപോലെ അതിലേക്ക് അത്രയധികം ക്രിയേറ്റിവിറ്റി കൊടുക്കാനും ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാനും ഹെൽപ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സാണ് നിങ്ങളുടെ. ഈ ഒരു സ്ട്രീം ഓഫ് ബിസിനസ്സിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഞാൻ ഇപ്പം നമുക്ക് 2 പേർക്കും പേജ് ഉണ്ട്. 2 പേജിൽ നിന്നും ഐറ്റംസ് വരുന്നുണ്ട്, പ്രൊഡക്ട്സ് വരുന്നുണ്ട്. വി പിന്നെ തുടങ്ങിയതാണ്. ഞാൻ അതിനു മുന്നേ ബിസിനസ് ആയിട്ട് തന്നെ തുടങ്ങിയതാണ്. അപ്പം നമ്മുടെ പ്രൊഡക്ട്സ് ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബുക്ക് മാർക്കുകൾ വെച്ച് തുടങ്ങിയതായിരുന്നു ആദ്യം തുടക്ക സമയത്ത്. അതിങ്ങനെ ഫേസ്ബുക്ക് വഴി കുറച്ച് റീച്ചൊക്കെ കിട്ടുന്ന കണ്ടപ്പം സെയിലുണ്ടോന്നൊക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങിയപ്പം മറ്റേ മനസ്സിൽ ലഡു പൊട്ടിയ അവസ്ഥയായി. പിന്നെ ഗ്രീറ്റിംഗ് കാർഡ്സ് ചെയ്തു തുടങ്ങി. പിന്നെ കുറേ അധികം പ്രിന്റ് സാധനങ്ങൾ ഇറക്കി തുടങ്ങി നമ്മൾ വരച്ച് ഡിസൈൻ ചെയ്തിട്ട്. അപ്പം നല്ല മാർക്കറ്റിൽ നല്ല ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സിന് നല്ലോണം ആൾക്കാർ കുറച്ചും കൂടി റീച്ച് ഉണ്ട്. അപ്പം പിന്നെ നമ്മൾ എന്തായാലും അതിൽ ഫുൾ ടൈം ആവുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പ്രൊഡക്ട്സ് ഇറക്കാൻ നോക്കുമല്ലോ. അങ്ങനെ ഓരോ ഘട്ടങ്ങൾ
ഘട്ടം ഘട്ടമായി വരുന്നു ഇപ്പോൾ. നിങ്ങളും വായിക്കുമ്പോൾ ഇങ്ങനെ നല്ല രസമുള്ള ബുക്ക് മാർക്കുകൾ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ച സമയങ്ങളുണ്ടാ? ബുക്ക് മാർക്കുകളെ പറ്റി ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ര ഒരു എക്സ്പോഷർ ഇല്ലല്ലോ. ബുക്ക് മാർക്കുകൾ എന്ന് പറയുന്നത് ബുക്ക് മാർക്ക് നമ്മുടെ ഇവിടെ തന്നെ ഒരു ഫേമസ് ആവാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായിട്ടുള്ളൂ. നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ തീപ്പട്ടിക്കമ്പൊക്കെ ആയിരിക്കും സ്കെയിൽ അല്ലെങ്കിൽ പേപ്പറിന്റെ കഷ്ണം അത്രയ്ക്ക് ഈ ഒരു ബുക്ക് മാർക്ക് അങ്ങനെ കിട്ടുക എന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ ഐഡിയ പോലും നമുക്ക് നമ്മുടെ മുന്നിൽ കിട്ടുന്നില്ല. അതെ 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 അതെ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഭവം വരുമ്പോൾ തന്നെ ആളുകൾക്കും അത് നല്ലൊരു ശതമാനം ആളുകൾക്കും അതൊരു പുതിയൊരു സംഭവമാണ് ശരിക്കും. ബുക്ക് മാർക്സ് ഇങ്ങനെ ഒരു സംഭവമുണ്ട് ശരിക്കും. പുസ്തകങ്ങൾക്ക് വായിക്കുമ്പോൾ വെക്കാൻ വേണ്ടി ഒരു സാധനം പ്രത്യേകം. അപ്പൊ അത് ഞാൻ 2018 ഇത് തുടങ്ങുന്നത്. ആ സമയത്ത് ആക്ച്വലി ഇപ്പൊ ഉള്ള പോലത്തെ ഒന്നുമില്ല. ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിൽ ഇപ്പൊ കുറെ ആൾക്കാർ ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്നുണ്ട്, പല രീതിയിൽ ഇൻസ്റ്റാഗ്രാമാണല്ലോ നമ്മുടെ ശീലങ്ങളെ സത്യം സത്യം. അപ്പൊ ആ സമയത്ത് ബുക്ക് മാർക്ക് എന്നുള്ള ഐറ്റം പോലെ എനിക്കും അറിയില്ല അങ്ങനെയൊന്നും. അപ്പൊ നമ്മളിപ്പോ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കുമല്ലോ, അപ്പൊ പുറത്തുള്ള ആൾക്കാർ ഇതൊക്കെ നന്നായി ഉണ്ടാക്കുന്നുണ്ട്, ബൾക്കായി കമ്പനീസ് ഒക്കെ ഇറക്കുന്നുണ്ട്. നമ്മളെ നാട്ടിൽ അങ്ങനെ ഇല്ല. അമീഷിന്റെ പുസ്തകങ്ങളൊക്കെ യൂത്ത് ഓഫ് യൂത്ത് ഒക്കെ ഉണ്ടായിരുന്നു. 3 ഇറക്കുമ്പോ അവരുടെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. ഇപ്പൊ പുസ്തകം ഇത് പബ്ലിഷേഴ്സ് തന്നെ ഇറക്കുന്ന അല്ലാണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള തീമില് അവർക്ക് ഇഷ്ടമുള്ള ഓതേഴ്സിന്റെ ലൈൻസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതിലായിരുന്നു ആക്ച്വലി ശരിക്കും നമ്മളൊന്ന് കേറി പിടിച്ചത്. ഹാൻഡ്മെയ്ഡ് ബുക്ക് മാർക്സ് എന്ന് പറയുന്ന ഒരു വാട്ടക്കള ബുക്ക് മാർക്സ് ആണ് മെയിൻ ആയിട്ട്. ഈ വാക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പോലും അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ടെന്നും അതിൻ്റെ പിന്നിൽ അങ്ങനെ വാമൊഴി ഇങ്ങനെ ആവാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീലുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാനതിൽ ഏറ്റവും അധികം ഇൻട്രസ്റ്റ് ആയത് ഈ ചാണകപ്പുളി എന്ന് പറയുന്നതാണ്. ഇപ്പം നമുക്കറിയാം ചെറുതായി തിരുമ്പമ്പുളിയാണ് ചാണകപ്പുളി ആവുക എന്നുള്ളത്. പക്ഷേ ചാണകപ്പുളിക്ക് ചാണകപ്പുളി എന്നുള്ള പേര് വരാൻ തന്നെ ഒരു കഥയും ഒരു സംസ്കാരമൊക്കെ ആയിട്ട് ബന്ധം എന്നുള്ളതാണ്. അങ്ങനത്തെ വാക്കുകളോട് ഉൾപ്പെടുത്താം. കട്ടിവാക്കുകൾക്കൊപ്പം അതും വേണം എന്നുള്ളതും എങ്ങനെയാ വന്നത്? കാരണം അതാണ് നമ്മൾ കൂടുതലും ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്കാണല്ലോ. ഇപ്പൊ കുട്ടിച്ചോറ് എന്ന് പറയുന്ന വാക്ക്, കുട്ടിച്ചോറ് എന്ന് പറയുന്ന വാക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ കുട്ടിച്ചോറ് എന്ന് പറയുന്നത് നമുക്കറിയില്ല. ഈ കുട്ടിച്ചോറാക്കി എന്ന് പറയുന്നത് നശിപ്പിച്ചു എന്നുള്ള അർത്ഥം നമുക്കറിയാം. പക്ഷെ ഇതെങ്ങനെ വന്നു എന്നുള്ളത് ആലോചിക്കുമ്പം ആൾക്കാരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും തോന്നുന്നു കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോൾ കുട്ടികൾ ചോറ് വാരി അളിക്കത്തില്ലേ, അപ്പം അതിൽ നിന്നുണ്ടായത് അങ്ങനെ നശിപ്പിക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെ അപ്പം നമുക്കൊരു ബേസിക് ആയിട്ട് നമ്മൾ പല വാക്കുകൾക്ക് ഒരു ഐഡിയ കൊടുക്കുമല്ലോ, ഇങ്ങനെ ആയിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും കുട്ടിച്ചോറ് എന്ന് പറയുന്ന വാക്ക് അതല്ല. നമ്മൾ അതിന്റെ പുറകെ അന്വേഷിക്കണം. നമ്മൾ ആ ഫസ്റ്റ് തോട്ടിൽ നിന്നിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ മണ്ടത്തരമായി പോകും. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയാണ്. ഈ കുട്ടിച്ചുവര് എന്ന് പറയുന്ന സാധനമാണ്. ഈ പറഞ്ഞു ഒരു ചുവര് ചോരെന്ന് പറഞ്ഞ് ചോറായതാണ്. അപ്പൊ ഈ പൊക്കം കുറഞ്ഞ മതിൽ അല്ലെങ്കിൽ ഭിത്തി എന്നുള്ള അർത്ഥമാണ് ഈ കുട്ടിച്ചോരെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ തകർന്നു വീണ അല്ലെങ്കിൽ ഈ വളരെ പണ്ടത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരാളുടെ വീട് എന്നുള്ള ആ ഒരു അർത്ഥമുണ്ട്. അപ്പം കുട്ടിച്ചുവരും കുറങ്ങിരുന്ന മാളികയും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനത്തെ ഈ ചൊല്ലുകളൊക്കെ പോലും ഉണ്ട് പണ്ടത്തെ കാലത്ത്. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണെങ്കിൽ പല വാക്കുകൾക്കും ഇങ്ങനെ നമ്മുടെ ഒരു ഹിസ്റ്ററിയുമായിട്ട് വന്നത്തെ ഒരു സോഷ്യൽ സെറ്റപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടാണ് പല വാക്കുകളും എന്നുള്ളത് മനസ്സിലാകുന്നത്. അത് നമുക്ക് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. അപ്പം എന്ന് യൂസ് ചെയ്യുന്ന വാക്കുകളെ പറ്റിയിട്ട് ഇങ്ങനൊരു സംഭവം കേൾക്കുമ്പോൾ പെട്ടെന്ന് അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം. ആൾക്കാർക്കാണ് ഇങ്ങനെ ഉണ്ടല്ലേ എന്ന് പറയുന്നത്. ഇതേ ഞാൻ ഈ പറഞ്ഞ ഇതുപോലത്തെ തർക്കങ്ങൾ വരും. അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ തർക്കങ്ങളും വരും. അങ്ങനെ തർക്കങ്ങൾ വന്നിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. ഉണ്ട്. ഈ കുട്ടിച്ചോറിന് തന്നെ വന്നിട്ടുണ്ട്. അത് ഈ കുട്ടിച്ചോറാണ്, കുട്ടി വാരുന്ന ചോറ് എന്നുള്ളതാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ തർക്കിച്ചിട്ടുണ്ട്. ഈ ചാണകപ്പുള്ളിക്ക് എത്ര കൊണ്ട് അന്വേഷണം ഉണ്ടാവുന്നു? ചാണകപ്പുള്ളിക്ക് എത്രത്തോളം അന്വേഷണം പോകേണ്ടി വന്നു? ഇല്ല, ചാണകപ്പുള്ളി ശരിക്കും ചാണകപ്പുള്ളി പറയുമ്പോൾ ഒന്നിന്റെ അർത്ഥം എനിക്കും അറിയത്തില്ല. നേരത്തെ നമ്മൾ ഈ ചാണകപ്പുള്ളി ഐഡിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ചില സമയങ്ങളിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴാണല്ലോ ഇപ്പൊ ഇട്ടാവട്ടം നമ്മളെപ്പോഴും പറയുന്നത് ടാവട്ടം, ഈ വട്ടത്തിനാണ് അങ്ങനെ വന്നെന്ന് പറഞ്ഞു. അതുപോലെ വരുന്ന ചില സമയങ്ങളിൽ നമുക്ക് മറ്റേ ആപ്പിൾ വീഴുന്ന പോലത്തെ ചില സാധനങ്ങൾ ചില സമയത്ത് നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പൊ ചാണകപ്പുള്ളി ചാണകപ്പുള്ളിയാണല്ലോ. ഇപ്പൊ നമ്മൾ പണ്ട് ഈ വീടുകളിലൊക്കെ ഈ സംഭവം നമ്മൾ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അത് പെട്ടെന്ന് കറക്റ്റ് കണക്ട് ആകുമായിരുന്നു. ഈ ഇൻസ്റ്റാഗ്രാം വന്നപ്പോൾ തൊട്ട് ഈ ആളുകൾ ഈ എങ്ങനെ വേണം ഒരു ദിവസത്തെ ഓർഡർ പ്രകാരം സമീപിക്കുക എന്നൊക്കെ ഉള്ള സമയത്താണ് ഈ ജേർണൽ വരികയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ആരംഭിക്കണം, അപ്പൊ ജീവിതം മൊത്തം സുഖഭരിതാവും എന്നൊക്കെയുള്ള തിയറി നടക്കുന്നുണ്ടല്ലോ. അത് ഈ ജേർണൽസിന്റെ ഒരു വിൽപ്പനനെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? ജേർണൽസ് ഇപ്പം എന്ന് വെച്ചാൽ പല രീതിയിലുള്ള ജേർണൽസ് ഉണ്ടല്ലോ. നമ്മളിപ്പം ഇറക്കിയേക്കുന്നത് റീഡിങ് ജേർണലാണ് മെയിൻ ആയിട്ട് ഇറക്കിയേക്കുന്നത്. വായിച്ച പുസ്തകങ്ങളെ പറ്റിയിട്ട് എഴുതാനും അതിന്റെ റിവ്യൂസ് എഴുതാനും അല്ലെങ്കിൽ പുസ്തകത്തിന്റെ ലിസ്റ്റ് എഴുതി വെക്കാനും ഒക്കെ രീതിയിൽ ഇറക്കിയേക്കുന്നതാണ് നമ്മളെ ബുക്ക് മാർക്ക് എന്ന പേരുള്ള റീഡിങ് ജേർണൽ. അപ്പം അത് വായനക്കാർ നന്നായിട്ട് വായിക്കുന്നത്. നമ്മളെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സ് ആണത്. നമ്മളൊരു യുണീക്ക് പ്രോഡക്റ്റ് ആയിട്ട് തന്നെ ചെയ്തായിരുന്നു ശരിക്കും. കാരണം ഈ വെളിയിലൊക്കെ ഈ പറഞ്ഞ പോലെ ബുക്ക് മാർക്കിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഈ റീഡിംഗ് ജേർണലൊക്കെ പണ്ടേ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കുറെ കാലമായിട്ട് അവർക്ക് മാർക്കറ്റിലുണ്ട് ഈ സംഭവം. പക്ഷെ നമുക്കിതൊക്കെ ഒരു കമ്പാരിറ്റീവ്ലി ഒരു പുതിയ സംഭവമാണ്. അപ്പം നമ്മൾ ചെയ്യുമ്പം
മാർക്കറ്റിൽ ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഒന്നും ഒരു കോപ്പിയോ അതിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷനേ ആവരുത്. നമ്മളിപ്പോൾ എങ്ങനെ ഒരു സാധനം, എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഞാനൊരു ബുക്ക് കളക്ടറാണ്, അപ്പം എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ ഞാൻ എങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് വെക്കും, ഈ പറഞ്ഞ എൻ്റെ പുസ്തകം കൊണ്ടുപോയിട്ടാ വൃത്തിയായിട്ടോ എനിക്ക് തന്നില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കിടക്കും. അപ്പം അല്ലെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസും കൂടി ഇതിനുള്ളിൽ വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ കുറേ ആലോചിച്ച് കുറേ കാലം കൊണ്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു യുണീക്ക് ഡിസൈനാണ് ബുക്ക് മാർക്ക്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഈ മാണിക്യച്ചെമ്പഴുക്ക എന്നുള്ള ഒരു വരിക്കകത്ത് ഇത്രയും ലേയേഴ്സ് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് അതിനുള്ള വർക്ക് എത്രമാത്രം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു? അതിന് അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അതും ഈ പറഞ്ഞ ഒരു സുഹൃത്ത്, അതൊരു ഫ്രണ്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്, അല്ല ഇതിനെപ്പറ്റി ചെയ്യാം മാണിക്യച്ചെമ്പഴുക്ക ഇങ്ങനെ ഒരു ട്രോള് വന്ന മാണിക്യച്ചെമ്പഴുക്ക എന്ന് പറഞ്ഞുകൊണ്ട് വലിയ എന്തോ സംഭവമാണ് വിചാരിച്ചെന്നിട്ട് എൻ്റെ അർത്ഥം പറഞ്ഞാൽ ഞാൻ എന്നത്രേ ഉള്ളൂ, അർത്ഥത്തെ പറ്റി പറയുന്നില്ല. അപ്പോൾ ഇത് വെച്ചോളം ചെയ്തു വിടാന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്തത്. അപ്പോൾ ചെമ്പഴുക്ക ആദ്യം പറയണമല്ലോ. അപ്പോൾ ചെമ്പഴുക്ക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ചുവന്ന് പഴുത്ത അടക്ക എന്നുള്ള അർത്ഥമുള്ളൂ എന്ന് പറയുമ്പോൾ തീർന്ന് ഇത്രേ ഉള്ളൂ. അപ്പൊ മാണിക്യച്ചെമ്പഴുക്ക, അപ്പൊ മാണിക്യച്ചെമ്പഴുക്ക വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞൊരു സംഭവം വരും. മാണിക്യച്ചെമ്പഴുക്ക ഈ പറഞ്ഞ നമ്മൾ ആ യൂസ് ചെയ്യുന്ന കളർ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് മാണിക്യം പോലെ എന്നുള്ള അർത്ഥത്തിലാണ് സൂര്യനെ കാണിക്കാൻ വേണ്ടി പറയുന്ന ഒരു സംഭവം എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതിലും ഈ പറഞ്ഞ പോലെ ഈ പേരില് ചില ഈ ചെടികൾ, നമ്മുടെ ഈ അലങ്കാര ചെടികൾ ഈ ചില നാടുകളിൽ മാത്രം അങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അതാണ് മാണിക്യച്ചെമ്പഴുക്ക എന്ന ആൾക്കാർ, ഇതിനെയാണ് മാണിക്യച്ചെമ്പഴുക്ക എന്ന് പറയുന്നത്. അത് ശരിക്കും വെളിയിൽ നിന്നൊക്കെ ബ്രസീലിൽ നിന്നോ അങ്ങനെ അല്ല, അത് അമേരിക്കൻ കൺട്രീസ് അങ്ങോട്ട് വന്നിട്ടുള്ള ഒരു അലങ്കാര ചെടിയായി സംഭവം. നമ്മുടെ നാട്ടിലൊക്കെ ഇംഗ്ലീഷ് പേരാണ് വിളിച്ചോണ്ട്, ഇവരുടെ നാട്ടിൽ തന്നെ മിച്ചർ കായ എന്നോ അങ്ങനത്തെ പറയുന്നത്. അപ്പം ഈ അങ്ങനെ ഒരു സാധനത്തിന്റെ റീജിയണൽ ആയിട്ട് ആൾക്കാർ കൊടുത്ത, ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ കൊടുത്തൊരു പേരാണ് ഈ പറഞ്ഞ പോലെ മാണിക്യച്ചെമ്പഴുക്കന്റെ കളർ വെച്ചിട്ട്. ശരിക്കും മാണിക്യച്ചെമ്പഴുക്ക എന്ന് പറയുന്നത് ഈ സാധനം, ഈ ചെടി ഈ നാട്ടിൽ വരുന്നതിന് മുമ്പേ ഉണ്ടായ ഒരു പേരാണ്. അപ്പൊ അത് അടക്കയെ വെച്ച് തന്നെ ഉണ്ടായ സംഭവമാണ്. സൂര്യനെ അങ്ങനെ വിളിക്കാൻ വേണ്ടി അടക്ക പോലെ ചുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സൂര്യനെ നാടൻ പാട്ടുകളൊക്കെ ഉപയോഗിച്ച് വന്നൊരു സംഭവമാണ്. ഈ വാക്കുകളുള്ള ഈ കൗതുകം ഇദ്ദേഹത്തെ പോലെ തന്നെ താങ്കൾക്കുണ്ടോ? എനിക്കില്ലായിരുന്നു. പക്ഷെ ഇത് തുടങ്ങിയ പിന്നെ ഞാനാണല്ലോ വീഡിയോ എടുക്കുന്ന ആള്. അപ്പൊ ഞാനും അപ്പ അന്നേരമായിരിക്കും കേൾക്കുന്നത്. വിവി നല്ലോണം ഇരുന്ന് വായിച്ചും റിസർച്ച് ചെയ്തൊക്കെ ചെയ്യുന്നേ. അതിലൊന്നും എനിക്കൊരു പങ്കുമില്ല. വീഡിയോ എടുക്കുമ്പോ ഞാൻ പല വീഡിയോസിൽ എന്റെ ഒറിജിനൽ ആയിട്ടുള്ള അങ്ങനെ തന്നെ വന്നു പോയിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് കൗതുകമാണല്ലോ. പിന്നെ ഞാൻ തന്നെ ഓരോന്നെല്ലാം ചോദിക്കും വിവിനോട്. അപ്പം വിവി അതിന്റെയൊക്കെ റിസർച്ച് ചെയ്ത് പറഞ്ഞു. അങ്ങനെ മണ്ടടിച്ചു പോയ വാക്കാണ് ഈ മഞ്ജീര ശിഞ്ചിതം. പ്ലാൻഡ് ചെയ്തതാണ്. നീൽമിഴി അങ്ങനെയായിരുന്നു, നീൽമിഴി പീലിയിൽ. അപ്പൊ നീർമിഴി ആളൊക്കെ പാട്ട് കേട്ട് ഇപ്പൊ യേശുദാസ് പാടിയിരിക്കുന്ന പാട്ടിനകത്തെ വാക്ക് അതല്ല ഇതാണെന്ന് നമ്മൾ പറയുമ്പോൾ അതാണെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നീർമിഴി അല്ല നീൽമിഴിയാണ് ശരിക്കുള്ള വാക്ക്, പാടിയപ്പോ തെറ്റിയതാണ് ഒരു സംഭവം. അത് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഈ മഞ്ജീര മഞ്ജീര സിംഗ് ചെയ്ത് ശരിക്കും നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്യുക, അതിനകത്തൊരു ഇത് വന്നു. കാരണം ഈ വീഡിയോസ് ചെയ്തു തുടങ്ങി ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞത്, ഇതിന്റെ ക്ലിക്ക് ആയതും നല്ല ആൾക്കാർ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞത് ഇതിന്റെ ഒരു പാറ്റേൺ ആണല്ലോ, ഇതിന്റെ ടെംപ്ലേറ്റ് അങ്ങനെയാണല്ലോ. അപ്പൊ വിവിന്ന് വിളിച്ചിട്ട് അങ്ങനെ ചോദിച്ചാൽ ആ ഒരു പാറ്റേൺ ആണല്ലോ. അപ്പം എല്ലാം ഇപ്പൊ ഒരു പെൺകുട്ടി ഒരാണിനോട് ചോദിച്ചിട്ട് ഒരാണ് പെൺകുട്ടിയെ ഉദ്ബോധിപ്പിക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ കമന്റ് ഒക്കെ ആ സമയത്ത് വലിയ കാര്യമായിട്ട് വന്നില്ല, 1-2 വന്നില്ല. പക്ഷെ 1-2 ആ സമയത്ത് നമ്മൾ അത് ശ്രദ്ധിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരാളെ കണ്ട് അങ്ങനെ കമന്റ് ഇട്ടുള്ളൂ. പക്ഷെ നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്നിപ്പോ നമ്മൾ അതിനൊരു മറുപടി എന്നുള്ള രീതിയിൽ ചെയ്തതാണ്, അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്താണ്. ഈ മഞ്ജീര ശിഞ്ചിതം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പോകുന്നു. അപ്പൊ ഇവള് പറഞ്ഞത് എനിക്കറിയാം, അതിന് വേണ്ടിയിട്ട് മറുപടി ചുമ്മാ ചെയ്തതാണ്. ശരിക്കും എന്താ മഞ്ജീര മഞ്ജീരത്തിന്റെ സിഞ്ചിതം എന്ന് പറയുന്നത് നമ്മുടെ കൊലുസിന്റെ അല്ലെങ്കിൽ ചിലങ്കയുടെ ഒക്കെ കിലുക്കം, ശബ്ദധാരാവലിയായിട്ട് ബന്ധമുണ്ട്. ഡിക്ഷണറികളാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന പുസ്തകം ഡിക്ഷണറിയാണ്. പിന്നെ ഡിക്ഷണറി മാത്രം വായിച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു ഉത്തരം ഇത് മാത്രം നമുക്ക് കിട്ടണമെന്നില്ല. ഇപ്പം പല സാധനങ്ങൾക്ക് നമുക്ക് ഇപ്പം ഈ വലാകയെ പറ്റിയിട്ട് നമ്മൾ ചെയ്തത്, വലാകയെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു വലിയ റിസർച്ചുകൾ വേണ്ടി. കാരണം ഡിക്ഷണറിയിലൊക്കെ നമുക്ക് വെള്ളരി പക്ഷി എന്നൊക്കെ പറഞ്ഞതിലും ഒരു വാക്കേ കാണുള്ളൂ. അതുകൊണ്ടൊന്നും ആവില്ല, അത് ഏത് പക്ഷിയാന്ന് നോക്കിയാൽ ഒന്നും ആവില്ല. പിന്നെ വനവലാക വന്നു. അപ്പൊ ആ സമയത്ത് അതിന്റെ പുറകെ പോയത് വലിയ റിസർച്ച് തന്നെയായിരുന്നു. കാര്യമായ രീതിയിൽ നമുക്കൊരു അത്യാവശ്യം കുറെ നാൾ നീണ്ടുന്ന റിസർച്ച് എടുക്കാം. പിന്നെ അത് രസമായിരുന്നു ഇങ്ങനെ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു കണ്ടുപിടിക്കുമ്പോൾ നമ്മളത് കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ, അതിന് വേണ്ടിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. കുറച്ച് കടുകട്ടി മലയാളം വാക്കുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും. കാരണം ഞാൻ എപ്പോഴും പറയാം, ഇത് ഡയറക്റ്റ് വന്ന് ചോദിക്കുമ്പോൾ അപ്പൊ പറയാനായിട്ട് അറിയാം. നമ്മൾ കണ്ടന്റ് ക്രിയേറ്ററാണല്ലോ, നമ്മൾ നോക്കിയിട്ടും പഠിച്ചിട്ടുമാണല്ലോ പലതും ചെയ്യുന്നത്. അതുകൊണ്ട് അറിയാവുന്ന ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം കണ്ടന്റ് മെറ്റീരിയൽ ആയിട്ട്. ജഡതി എന്നുള്ളത് ധൃതിക്ക് പറയുന്നല്ലേ. കബന്ധം തല വെട്ടിക്കളഞ്ഞ ശരീരം, തലയില്ലാത്ത ശരീരം. ഓക്കെ. പ്രാചണ്ഡ പ്രാചീനമായിട്ട് ബന്ധപ്പെട്ടതാണോ? ഒരു വാക്ക് തന്നെയാണ്, കംപ്ലീറ്റ് വേർഡ് ആണ്.
അതിന്റെ കറക്റ്റ് എന്തെങ്കിലും എനിക്കറിയില്ല കറക്റ്റ്. അതിഭയങ്കരമായ ഓക്കെ ഓക്കെ. ദൃഷ്ടിഗത. ദൃഷ്ടിഗത കാണുന്ന അതല്ലേ ഉദ്ദേശിക്കുന്നത്? ദൃഷ്ടിഗത മുന്നിൽ വന്നാണ് കണ്ടതാണോ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? വേവ് ലെങ്ത്, നമ്മളുടെ കാഴ്ച പരിമിതിയിൽ പെട്ടതിന്. ഇതൊന്നും മലയാളം അല്ല എന്നുള്ളതാണ് ഇതിനകത്തെ സത്യം. ഇതൊക്കെ സംസ്കൃതമാണ്. അതെ അല്ലേ. ധരുണം. ധരുണം. ധരുണമാണോ? ധനത്തിന്റെ ധരുണം. രുണം. ഇല്ല എനിക്കറിയില്ല കേട്ടോ ധരുണം. ബേസ്മെന്റ്, അടിത്തറ. കാര്യം എന്താ വെച്ചാൽ ഈ ടൈപ്പ് വാക്കുകൾ നമുക്ക് യൂസ് ചെയ്യേണ്ടേ വരത്തില്ല. അതുകൊണ്ട് നമ്മൾ നോക്കാറില്ല. കാരണം ഈ ധരുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടാൽ തന്നെ ആരും നോക്കത്തില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ യൂസ് ചെയ്യത്തില്ല ഇത്തരം വാക്കുകൾ. അതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകാറുമില്ല. ഇപ്പൊ നമുക്ക് കൂടുതൽ പോകുന്ന ക്നാപ്പൻ ഇട്ടാൽ നമുക്ക് പോകും കൂടുതലായിട്ടെന്ന് വെച്ചാൽ നമുക്ക് പോകുന്നതിന് മാത്രമല്ല, കണ്ടന്റിന് ഇത് മാത്രമല്ല, നമുക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ രസമുണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം. ഇപ്പൊ ഈ പാതാളക്കരണ്ടിക്ക് പാതാളക്കരണ്ടി എന്തുകൊണ്ടാ വന്നിട്ടുണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് ഒരു സംഭവം കിട്ടില്ല. താഴെ ഈ ആഴത്തിലേക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെ ആയിരിക്കും മിക്കവാറും. കാരണം പാതാളത്തിലേക്ക് പോയി എടുക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരിക്കും അത് വന്നിട്ടുണ്ട്. ഈ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിന്ന് കണ്ടുപിടിച്ചതായിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാ? ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ എപ്പോഴും പറയുന്നത് വലിയ വളരെ വലുപ്പമുള്ള എന്തെങ്കിലും വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പടപണ്ടാരം പോലത്തെ വണ്ടി കൊണ്ടിട്ടേക്ക് നമുക്ക് കടക്കാൻ വയ്യാന്ന് പറയും. ഇത് അമ്മയും അച്ഛനും വീട്ടിലെല്ലാവരും യൂസ് ചെയ്യുന്ന വാക്കാണ്. ഞാനും ഉപയോഗിക്കാറ്. പക്ഷെ ഞാൻ ആലോചിച്ചിട്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ള കാര്യം ഇത് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് ഈ പടപണ്ടാരം. അപ്പോൾ പട മനസ്സിലായി, പണ്ടാരം എന്നുള്ളത് ഭണ്ഡാരമാണ്. പടഭണ്ഡാരം എന്നുള്ളത് ഈ പണ്ടത്തെ സൈന്യത്തിന്റെ അവരുടെ ഭണ്ഡാരമാണ്. അവർ ഈ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ആയുധപ്പുരയ്ക്ക് പറയുന്ന പേര്. അത് വലിയ വലിപ്പമുള്ളതല്ലേ. അതിൽ നിന്ന് കയറി വന്നൊരു വാക്കായത്. അപ്പൊ അത് നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മുടെ സംസാര ഭാഷയിലുണ്ട്. പക്ഷെ ഇതിന്റെ അർത്ഥം അറിയില്ലെങ്കിലും എങ്ങനെ വന്നെന്നറിയില്ല, അർത്ഥം അറിയാം, വലിയതെന്തോ ആണ് എന്നറിയാം. ഇത് ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടും. മറ്റെന്തെങ്കിലും അങ്ങനെ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ കുതിരപ്പവൻ. അതുപോലെ കുതിരപ്പൻ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുതിരപ്പൻ സിനിമയിൽ കേൾക്കുന്നതല്ല. കുതിരപ്പവന്റെ സംഭവം ഈ പറഞ്ഞ പോലെ ഈ ബ്രിട്ടീഷുകാർ ഇറക്കിയ കോയിനാണ്. ആ കോയിനിൽ ഈ ഗീവർഗീസ് പുണ്യാളം കുതിരപ്പുറത്തിരിക്കുന്നത് നമ്മുടെ നാട്ടുകാർ വിളിച്ചാണ് കുതിരപ്പവൻ എന്നുള്ളത്. അതുപോലെ ജോർജ് കുട്ടി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ജോർജ് അഞ്ചാമൻ രാജാവിന്റെ ചിത്രമുള്ള നാണയം, അത് ജോർജ് കുട്ടി. അങ്ങനെ അത് പിന്നെ പണത്തിന്റെ പര്യായമായിട്ട് മാറി. ആൾക്കാർ ജോർജ് കുട്ടി വേണമെന്ന് പറയുന്ന രീതിയിൽ യൂസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ സംസാരം നമ്മൾ തീരം പറയുന്ന കാര്യങ്ങൾക്കകത്തുള്ളത് ഇങ്ങനെ സ്റ്റോറികൾ ഇങ്ങനെ തപ്പിയെടുത്തിട്ടുണ്ട്. പല ഈ സ്ഥലങ്ങൾക്ക് അങ്ങനെ പേര് വന്നതിനെ പറ്റിയിട്ടുള്ള ചിന്തകളൊക്കെ സ്ഥലങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ചുരുക്കം ചിലതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ചിലതിന് ഈ പറഞ്ഞ പോലെ തന്നെ അതിന് ചിലത് വളരെ ക്ലിയർ ആയിരിക്കും. കൃത്യമായിട്ട് ഇത് സ്ഥലം ഒരാളുടെ പേര് വെച്ചിട്ടൊരു ഒരു സ്ഥലമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ചിലതിന് ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ആയിരിക്കും വരുന്നത്. ഇപ്പം അതിനകത്ത് തന്നെ പല ആളുകൾ ഇതിൽ ഒരാൾക്ക് മറ്റൊരു അഭിപ്രായം കാണും. അങ്ങനെ പലർക്ക് പല ഒരു വാക്കിനെ പല രീതിയിൽ മുറിക്കാമല്ലോ. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വന്നതാവാം അങ്ങനെ വന്നതാവാം എന്ന് പറഞ്ഞാൽ രാമായണം എന്നൊക്കെ പറയുന്ന പോലെ, അതെ രാമായണം എന്നുള്ള അർത്ഥത്തിലും പറയാന്ന് പറയുന്ന പോലെ പലർക്കും പലത് കിട്ടും. അതുകൊണ്ട് തന്നെ അത് വലിയ കാര്യമായിട്ടും ചെയ്യാറില്ലായിരുന്നു. അതിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു വിവാദ വിഷയം ആയതുകൊണ്ട് ഇത് ഇങ്ങനെയല്ല അങ്ങനെയാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഊളംപാറ അതൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഈ ഊളംപാറ ഊളൻ എന്നുള്ളത് പറഞ്ഞേ ഉള്ളൂ. ഊളൻ എന്ന് പറയുന്ന ഒരിടുന്ന ജീവി ഉള്ള സ്ഥലമായിരുന്നുകൊണ്ടാണ് ഊളംപാറ എന്ന സ്ഥലം വന്നത്. ഊളൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞ് ഭ്രാന്തുള്ള ആളെന്നുള്ള അർത്ഥം കൂടെ ആയി പോയി. അപ്പൊ അങ്ങനെ അത് വളരെ ലൈറ്റായിട്ട് തൊടാറുള്ളൂ ഞാൻ. ഈ വായനയൊക്കെ ഈ കാലത്ത് മരിക്കുന്നു അല്ലെങ്കിൽ വായനാളുകൾക്ക് കുറയുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനോട് എത്രമാത്രം യോജിപ്പുണ്ട്? വായന മൊത്തമായിട്ട് മരിച്ചു എന്ന് പറയണതാണോ ശരി, അതോ എല്ലാ കാലത്തും അതുണ്ട്, അതിൻ്റെ എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്, അതൊരു സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകളിൽ ഇപ്പോഴും നന്നായി നിലനിൽക്കുന്നുണ്ട്? എന്താ നിങ്ങൾ ബിലീവ് ചെയ്യണേ? ഓപ്ഷൻ ബി. അത് തന്നെയാ ബിലീവ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പം ഈ റീഡിങ് ജേണൽ ഇറക്കിയതിന് ശേഷം അല്ലെങ്കിലും ബുക്ക് മാർക്ക് ചെയ്യുന്ന സമയത്തെ നമ്മൾ ഇത്രയധികം ആൾക്കാർ ബുക്ക് മാർക്ക് എന്തായാലും ഷോക്കേസിൽ വെക്കാൻ ബുക്ക് മാർക്ക് എന്തായാലും അങ്ങനെ വാങ്ങിക്കുന്നവരും ഉണ്ട്. അത് വേറെ കാര്യം. അവര് ഇങ്ങനെ ഗ്രീറ്റിംഗ് കാർഡ് പോലെ ചുമരിൽ ഒട്ടിക്കാനൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്. പക്ഷെ എങ്കിൽ പോലും ബുക്ക് മാർക്ക് വാങ്ങിക്കാൻ വരുന്നവരാണെങ്കിലും റീഡിങ് ജേണൽ വാങ്ങിക്കാൻ വരുന്നവരാണെങ്കിലും ഒരു വലിയൊരു ഓഡിയൻസ് ഉണ്ട് അല്ലെ വായിക്കുന്ന ആൾക്കാരുടെ. അതായത് ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര ഇഷ്ടത്തോടെ, ഭയങ്കര എന്താ പറയണ്ടേ, ആർത്തിയോടെ ഈ വായനയെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഓരോ ക്ലയൻസിനോട് സംസാരിക്കാൻ നമുക്ക് മനസ്സിലാവുമല്ലോ ഇവരെങ്ങനെയാ പുസ്തകങ്ങളെ കാണുന്നത്. ജസ്റ്റ് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ റീലിടാൻ വേണ്ടി പുസ്തകം എടുത്ത് അങ്ങനെയുള്ള ആൾക്കാരല്ല, കുറേ അധികം വായനക്കാരുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ വായനയിലെ കള്ളനാണയങ്ങളില്ലേ, അതായത് ഒരു ട്രെൻഡിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇക്കിഗായി വായിച്ചിട്ട് മറ്റേ ജീവിതത്തിലൊരു ദർശനം കിട്ടി, പിന്നെ രാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ട് യഥാർത്ഥ പ്രണയം മനസ്സിലായി എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ആളുകൾ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്? വായിക്കുന്ന ആളുകളെ കിട്ടിയല്ല ചോദിക്കാൻ പറ്റില്ല. ശരിയാ. അത് ഈ പറഞ്ഞ പോലെ നമ്മള്
ബുക്സിന്റെ റിവ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പൊ പലരും അപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഈ പോപ്പുലർ ആയിട്ട് പോകുന്നത് ശരിക്കും എനിക്ക് ഇപ്പോഴും തോന്നുന്ന കാര്യം, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു സത്യസന്ധമായിട്ട് റിവ്യൂ അല്ല ഇവരാരും പറയുന്നത്. അതെ അതെ, പലരും സമ്മറി വായിച്ചിട്ട് പറയുന്നുള്ളൂ. ഈ ബുക്ക് വായിച്ചിട്ട് ഇതിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പ്രധാന പ്രശ്നം ഇവരാരും പറയാത്തൊരു പ്രശ്നം, അല്ലെങ്കിൽ ആരും ഇപ്പോഴും പറയാത്തൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ നമ്മുടെ ലീഡിങ് പബ്ലിഷേഴ്സ് പലതും ഇറക്കുന്ന പുസ്തകങ്ങൾക്ക് ഒരുപാട് തെറ്റുകളുണ്ട്. അതായത് ഒരു എഴുത്തുകാരൻ എഴുതി കൊടുക്കുന്ന അത് അതേപടി അടിച്ചിട്ട് പ്രിന്റ് ചെയ്തിറക്കുന്ന പോലെ ഒരുപാട് ബുക്കുകൾ ഇവിടെ ഇരിക്കുന്ന ബുക്കുകളിൽ തന്നെ ഉണ്ട്. അക്ഷരത്തെറ്റുകളുണ്ട്, കുത്തുണ്ടാവില്ല, കോമ ഉണ്ടാവില്ല, സെന്റൻസ് പുറത്ത് തുടങ്ങി വേറെ സ്ഥലത്ത് അവസാനിക്കുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരു ബേസിക് നമ്മളൊരു ടീച്ചർ കറക്റ്റ് ചെയ്യുന്ന കറക്ഷൻസ് ഇല്ലേ, ബേസിക് കറക്ഷൻസ്, അത്തരം കറക്ഷൻസ് പോലും വരുത്താതെ വരുന്ന പുസ്തകങ്ങളുണ്ട്. പിന്നെ ഒത്തിരി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറയണ്ട. അത് ഇപ്പൊ ഒരു പത്രമോ അല്ലെങ്കിൽ ഒരു മാസികയിലോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഇങ്ങനെ വരുവാണെങ്കിൽ എല്ലാവരും അത് കാര്യമായിട്ട് പറയും. പക്ഷേ ഇത്രയും കാശ് കൊടുത്ത് വാങ്ങുന്ന, ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പുസ്തകങ്ങൾ ഇത്ര നന്നായിട്ട് ഇറക്കുന്നില്ല. കാരണം അവർക്ക് കൂടുതൽ സമയം കിട്ടുന്നത്. ഒരു പബ്ലിഷിംഗ് ഹൗസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പത്രത്തെ സംബന്ധിച്ച് ഒരു ദിവസം കൊണ്ട് ഇറങ്ങുന്ന ഒരു കാര്യമാണ്. അപ്പം ആ ഒരു സാധനത്തിൽ കൃത്യമായിട്ട് ശരിക്കും പറഞ്ഞൊരു നല്ല രീതിയിൽ ആളുകൾ അതിനെപ്പറ്റി പറയുക, ഇതിന്റെ കണ്ടന്റ് മോശമാണ്, ഈ കണ്ടന്റ് ഇങ്ങനെയാണ്, ഇതിനകത്ത് അല്ലെങ്കിൽ ഇത് ഇത്രയും പറയുന്നത്ര ഒന്നും ഇതില്ല, എന്താ ഇതിനകത്ത് ഇങ്ങനത്തെ ഈ കാര്യം കൊള്ളാം, ഇത് അത്ര പോരാ, ലാംഗ്വേജ് അത്ര പോരാ, അല്ലെങ്കിൽ ഇതങ്ങനെ പോരാ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു റിവ്യൂ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞ. ബുക്സിന്റെ കാര്യത്തിൽ സിനിമയിൽ നമ്മൾ ധാരാളം കാണുന്നുണ്ട്, പക്ഷേ പുസ്തകങ്ങളുടെ കാര്യത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ റിവ്യൂസ് വന്നാൽ നന്നായി. ഈ ഒരു കാലത്ത് ഭയങ്കര പൈങ്കിളിയാണെന്നും ഇത് വെറുതെ മറ്റേ ജീവിതത്തെ പറ്റിയൊന്നും തൊടാതെ ഉള്ളൊരു പുസ്തകങ്ങളാണെന്നൊക്കെ പറയുന്ന വളരെ ഉപരിപ്ലവമായിട്ട് കുറെ സാഹിത്യം കലർത്തി എഴുതിയിരുന്ന, എന്തും എഴുതിയാലും സാഹിത്യമാവുന്ന ഒരു അവസ്ഥയിലുണ്ടായിരുന്ന ചില പുസ്തകങ്ങളൊക്കെ പിന്നെ A.R. റഹ്മാന്റെ അനിരുദ്ധിന്റെ മ്യൂസിക് ഇട്ടിട്ട് ഒരാൾ റീൽ ചെയ്ത ഹിറ്റാവുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് നന്നായിട്ട്. കുത്തിപ്പോക്കി കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ലൈക്ക് തോന്നുന്ന രീതിയിൽ ഇത് ഈ പറഞ്ഞ സാധനം തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് നന്നായിട്ട് പുഷ് ചെയ്തൊക്കെ വരുന്ന കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഈ വായനയിൽ ഈയിടെയായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു ട്രെൻഡാണ് ഈ സിനിമ സ്റ്റൈലിൽ എഴുതുന്ന, അതായത് വിഷ്വലി എഴുതുന്ന ആളുകളല്ലേ പറഞ്ഞത്, സിനിമയാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇപ്പൊ കുറെ ആൾക്കാർ പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. പണ്ട് ഇപ്പൊ ഈ ചേതൻ ഭാഗത്തൊക്കെ ചെയ്ത് വിജയിച്ചൊരു ഐറ്റം ആണല്ലോ. അതായത് നേരെ അത് കൊണ്ടുപോയിട്ട് അങ്ങ് സീൻ ബൈ സീൻ നമുക്ക് പോയി ഡയറക്റ്റ് ചെയ്യിപ്പിക്കാം, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ്. അത് മോശമാണെന്നല്ല പറയുന്നത്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എഴുത്ത് ഇപ്പൊ മലയാളത്തിൽ കൂടുന്നതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. അത് നല്ല രീതിയിൽ, കാരണം അതൊരു മാർക്കറ്റ് കിട്ടിയത്, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ നല്ല കവർ ഉണ്ടായിരിക്കുക. ഒരു പടത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് വരുന്നൊരു കവർ ഉണ്ടായിരിക്കുക, ഒരു കൊള്ളാന്ന് കേട്ട് കഴിഞ്ഞാൽ രസമുള്ളൊരു പേര്, കൊള്ളാം എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എടുത്തിട്ട് ഒരു റീലൊക്കെ ഇടാനായിട്ടൊക്കെ തോന്നുന്ന ഒരു സംഭവം മതി. പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു കഥ, ഈ പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം മിനിമം പോകും എന്നുള്ളൊരു ആ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നത്. ശരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് കൂടുതൽ വരുന്നത്. ഈ ഇപ്പൊ പണ്ട് ധ്യാൻ ശ്രീനിവാസൻ ഇതുപോലെ ഒരു സാഹിത്യ വേദിയിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപാട് പുസ്തകം വായിക്കുന്ന ആളുകൾക്ക് നന്മ ഉണ്ടായിക്കോളണമെന്ന് നിർബന്ധമില്ല, വിവേകം ഉണ്ടായിക്കോളണം നിർബന്ധമില്ല. അപ്പം മലയാളം മൊത്തം ആഘോഷിച്ചിട്ടുള്ള ഒരു സാഹിത്യകാരി എന്താ പറയുക, വളരെ ഈസി ആയിട്ട് ഒരു കൊലപാതകത്തെ പറ്റി പരാമർശിച്ചൊരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ നന്നായി വായിക്കുന്ന ആളുകൾക്ക് ശരിക്കും മനുഷ്യത്വം ഉണ്ടാവണമെന്നും വിവരം ഉണ്ടാവണമെന്നും നിർബന്ധമില്ല, അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് സത്യം. നമ്മുടെ കുഴപ്പമാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ സിനിമയിലുള്ള ഒരാള്, ഇപ്പൊ ഒരു ലീഡിങ് ആക്ടർ, പുള്ളി ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളങ്ങനെ എക്സ്പെക്ട് ചെയ്യും, ഇങ്ങനെ എഴുതുന്ന ആളിങ്ങനെ ആയിരിക്കും, ഇവരൊക്കെ ഇത്രയും വായിക്കി എഴുതുന്നില്ല, അവരങ്ങനെ ആയിരിക്കും. അവര് നമ്മളെപ്പോൾ ഒരു മനുഷ്യനാണെന്ന് ആലോചിച്ചാൽ തീരാന്ന് പ്രശ്നമില്ല. അത്രയും വിലയിൽ നമ്മൾ എടുത്താൽ മതി. ഇവര് നമ്മൾ പറയുന്ന ഒരു അഭിപ്രായം അവരും പറയും, അല്ലാതെ ഇവരൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് വെച്ചേക്കുന്നുണ്ട്. ഇവരെ പറ്റി ഇവരൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇവരെല്ലാം സാധാരണ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരെ വായിക്കുന്നതൊക്കെ എത്രമാത്രം ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് അറിയാലോ. നമ്മൾ ഇത്രയും പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട്, എല്ലാം നല്ല പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ആൾക്കാർ നല്ലതായിരിക്കും, അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ, മോട്ടിവേഷണൽ പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാർ ആത്മഹത്യ ചെയ്യാതിരിക്കും, ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ ആൾക്കാരെ വ്യക്തികൾ തന്നെയാണ്. അവരിപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എന്ത് വായിക്കുന്നു എന്നുള്ളതൊന്നും അവരെ ആ രീതിയിൽ അവരൊരു സ്വഭാവത്തെ അല്ലെങ്കിൽ അതിനൊക്കെ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ മാറ്റുന്നുണ്ടോന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞു, ഒരു എക്സ്പീരിയൻസ് അങ്ങനെ തോന്നിയിട്ടില്ല. വായിച്ചതിൽ ശരിക്കും ഒരു മാറ്റം തോന്നി, അല്ലെങ്കിൽ ജീവിതത്തിനോടുള്ള അപ്രോച്ച് തന്നെ മാറിപ്പോയി, അങ്ങനെ തോന്നിയ ഒരു പുസ്തകമുണ്ടോ? ജീവിതത്തോട് അപ്രോച്ച് മാറിപ്പോയിരുന്നത് റീസെന്റ് ആയിട്ട് വായിച്ചതിൽ മരണക്കൂട്ട് എന്ന് പറഞ്ഞ പുസ്തകം അങ്ങനെയായിരുന്നു, നിയാസ് കരീമിന്റെ. അപ്പോൾ അതൊരു നമുക്ക് ശരിക്കും ഒരു ഐ ഓപ്പണറാണ് എല്ലാവർക്കും. എനിക്ക് മാത്രമല്ല, ഇപ്പോൾ വായിക്കുന്ന എല്ലാവർക്കും ഒരു ഐ ഓപ്പണറാണ്. കാരണം ശവംഭാരി എന്ന് പറയുന്ന ആൾക്കാർ വിളിക്കുന്ന ഒരാളുടെ ആത്മകഥയാണ് ശരിക്കും അത്. ദുർമരണപ്പെട്ടു പോകുന്ന ആൾക്കാർ, ഇപ്പം പുഴയിലോ അല്ല റെയിൽവേ ട്രാക്കിലോ കിടക്കുന്ന ആൾക്കാർ എല്ലാവരും അറച്ചു നിൽക്കുന്നപ്പോൾ ആ ശരീരം എടുക്കാനായിട്ട് തുനിയുന്ന ഒരു മനുഷ്യൻ്റെ, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യൻ്റെ കഥയാണ്, സ്റ്റോറിയാണത്. അപ്പോൾ അത് വളരെയായിട്ട് ടച്ച് ചെയ്തൊരു പുസ്തകമാണ് റീസെൻ്റ്ലി. അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ?
ഇത് തന്നെ. ആ അങ്ങോട്ട് ഇപ്പൊ കുറച്ചും കൂടെയൊക്കെ നമ്മുടെ ഇന്ത്യയെ പറ്റിയിട്ടൊക്കെ അതിന്റെ ഇന്ത്യയുടെ റിയൽ സെൽഫിനെ പറ്റിയിട്ടൊക്കെ എഴുതുന്ന പുസ്തകങ്ങളും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇപ്പൊ എന്താ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുള്ള പുസ്തകങ്ങൾ അങ്ങനത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണപ്പെട്ട മനുഷ്യർ, ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ലൈംഗിക തൊഴിലാളികൾ, അവരുടെയൊക്കെ കുറച്ചും കൂടി ഇൻഡെപ്ത് അർത്ഥം വരുന്ന അവരെന്താ ശരിക്കും കടന്നു പോയിട്ടുള്ളതെന്ന് ഒരു രീതിയിലും കച്ചവടം ഉദ്ദേശിക്കാണ്ട് സത്യമായിട്ട് എഴുതിയ പുസ്തകങ്ങളും തോന്നിക്കുന്ന പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യാറ്? അതും ഏകദേശം അല്ല, അത്തരം പുസ്തകങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ ഈ വായിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അറിയാത്തൊരു ലോകം കാട്ടിത്തരുന്ന പുസ്തകങ്ങൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയുന്നത് റിയൽ ലോകങ്ങളാണ്. മറ്റേത് ഫിക്ഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാൻറ്റസി പോകുന്ന ഒരു, ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ട് നമ്മളൊരു സ്ഥലത്ത് ജീവിക്കുന്നു എന്ന് പറഞ്ഞത്, മറ്റേത് നമ്മളെ കുറച്ചുകൂടി പേടിപ്പിക്കുകയും അങ്ങനത്തെ ഒരു സംഭവമാണ്. മറ്റേ ഇതിൽ നമുക്ക് അങ്ങനെ കാര്യം, ഇത് ഫിക്ഷനാണ് നമുക്ക് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ വായിച്ചു പോകുന്നത്. മറ്റേത് ഇങ്ങനെ നമ്മൾ ഈ നിൽക്കുന്ന ഒരു സ്ഥലത്തിനപ്പുറത്ത് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിനപ്പുറത്ത് നമ്മളിപ്പുറത്ത് കാണുന്ന ഒരാളുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സ്റ്റോറി ആയിരുന്നൊക്കെ പറയുന്ന ഒരു സംഭവം നമ്മൾ ഞെട്ടിപ്പിക്കുകയും നമുക്ക് ഭയങ്കരമായിട്ടൊരു അത് തരുന്ന അത്രയും സംഭവം ശരിക്കും ഈ ഫിക്ഷൻ തരാറില്ലെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ല എനിക്ക്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ. ഈ പുസ്തകങ്ങൾ സിനിമകളാവുമ്പോൾ തൃപ്തി തോന്നാറുണ്ടോ? എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് തോന്നിയിട്ടില്ല ശരിക്കും പറഞ്ഞാല്. പുസ്തകം വായിക്കുന്ന പോലെയല്ലല്ലോ സിനിമ കാണുന്നത്. സിനിമ എനിക്ക് ഭയങ്കര ലിമിറ്റഡ് ആയി തോന്നിയിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് ഭയങ്കര ക്ലീഷേ പറയുന്നത് തന്നെയാണ്. പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചെടുക്കുന്ന കുറെ ഇമേജസും കഥകളും ആണല്ലോ. അപ്പം സിനിമയിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര ലിമിറ്റഡ് ആയി തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ ആടുജീവിതം തന്നെ എടുത്തു നോക്കിയാൽ ഇപ്പൊ അതിനകത്ത് ഈ നജീബിന് ഒരു തോക്ക് കിട്ടുന്നതും, നജീബ് കാട്ടറബിയെ കൊല്ലാൻ അവസരം കിട്ടിയിട്ടും അർബാബിനെ അവസരം കിട്ടിയിട്ടും വിടാതെ നഗ്നനായി മഴയത്ത് നനഞ്ഞ് ഒരു നൃത്തം പോലെ ചവിട്ടുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു രംഗമുണ്ട്. അല്ലെങ്കിൽ വടിയുടെ തണലിൽ ഇരിക്കുന്ന നജീബിനെയൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. അതൊന്നും പക്ഷെ നമ്മൾ സിനിമാ ഭാഷത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ എനിക്ക് വളരെ മിസ്സിംഗ് ആയിട്ട് തോന്നിയത്. നിങ്ങൾക്ക് ആടുജീവിതം കണ്ടപ്പോൾ എന്താ തോന്നിയത്? ഇത് തന്നെയാണ് ആടുജീവിതം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും ഇതൊരു വളരെ വായിക്കും കിടന്നൊരു വാസ്റ്റ്നെസ് ഉണ്ടല്ലോ ഇതിന്. അത് ശരിക്കും ഈ ഫ്രെയിമിലേക്ക് ഒതുങ്ങുമ്പോഴത്തേക്കും വല്ലാണ്ടെങ്കിൽ ചെറുതായിപ്പോയി സിനിമ. ചെറുതായിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഫ്രെയിം ചെറുതാകുന്നതിനല്ല, മൊത്തത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര അങ്ങോട്ട് തൃപ്തികരാകാത്ത ഒരു സിനിമയാണ് ആടുജീവിതം. ഈ ഇങ്ങനെ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് ഏൺ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തെ പുഷ് ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക് പിടിച്ചൊരു കാര്യമാണല്ലോ. എന്തൊക്കെയാ ഫേസ് ചെയ്തിട്ടുള്ള ചാലഞ്ചസ്? ആദ്യമേ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ടീച്ചറായി വർക്ക് ചെയ്തിട്ട് പിന്നെ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കാന്ന്. അത് വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, വിവിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടൊക്കെ കൊണ്ടാണ് അങ്ങനെ നിൽക്കാൻ പറ്റിയത്. എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പൊ നമ്മളെ പ്രൊഡക്ട്സ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പം വാങ്ങിക്കാൻ ആൾക്കാരുണ്ടെന്ന് മനസ്സിലാകുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. നമ്മളെ പ്രൊഡക്റ്റ്, നമ്മളെ സിഗ്നേച്ചർ ഐറ്റം, അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, നമ്മളെ പ്രൊഡക്റ്റ് പേര് കണ്ടിട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് ഇത് അതിന്റെ ഐറ്റം ആണ് എന്ന് മനസ്സിലാകുന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് തീർച്ചയായും കംപ്ലീറ്റ്ലി കോൺഫിഡന്റ് ആയത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാല്. അത് ഇപ്പോഴായാലും അപ്പോഴായാലും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഒരു ജോലി തെരഞ്ഞെടുത്തത് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് സന്തോഷമായിരുന്നു ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, ഇവൾക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. ബോസ് ഞാൻ തന്നെയാണ്. അതാണ് അതിന്റെ ഒരു സന്തോഷം, അതിന് കിട്ടുന്ന ഫ്രീഡം ഭയങ്കരമാണ്. അപ്പൊ അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സമാധാനം. കാരണം ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും സമാധാനമാണ് ശരിക്കും. അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് രണ്ട് സ്ഥലത്തെയും പ്രശ്നങ്ങളും ഒക്കെ ആകപ്പാട് അതിന് വേണ്ടി തന്നെ പോകും. ഇത് സോൾവ് ചെയ്യാൻ തന്നെ പോകരുത്. ആ കാര്യത്തിലൊക്കെ വളരെ സമാധാനം. പിന്നെ ഇത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. നമ്മൾ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നമുക്കത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഈ പ്രിന്റ് മീഡിയയിലേക്ക് ശരിക്ക് ആദ്യത്തെ ലിറ്റിൽ തിങ്സിന്റെ വേറെ ഒരു സെക്ഷൻ ഉണ്ടാക്കി തരുന്ന വിവിയ. കാരണം ഞാൻ ഡയറക്റ്റ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നു, ഹാൻഡ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് ഞാൻ ഓൾറെഡി വരച്ച ഡിസൈൻസ് സ്കാൻ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അത് പിന്നെയും കോപ്പീസ് ഉണ്ടാകണം. കാരണം ഇതുപോലെ ചോദിച്ചു വരുന്നവർ പിന്നെ കൊടുക്കാനില്ല, ഫോട്ടോ മാത്രമേ കയ്യിലുള്ളൂ. ഇത് അന്ന് വരച്ച ഇത് നിങ്ങളെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല. അപ്പൊ ഇപ്പം വെച്ചാൽ അത് വിവി അത് കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്ത് ആ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ വിവിന്റെ സൈഡിൽ നിന്ന് അത് നടക്കുന്നത്. ഡിജിറ്റൽ ഏരിയയിലേക്ക് പോകുന്ന പരിപാടികളൊക്കെ. സ്മോൾ തിങ്സ് എന്നുള്ള നിങ്ങളുടെ പേജ് എടുത്ത് നോക്കിയാലും പിന്നെ ഈ മൊത്തത്തിലുള്ള നിങ്ങളുടെ കോണ്ടന്റ് എടുത്ത് നോക്കിയാൽ അത് അധികം പുസ്തകമായിട്ടും സാഹിത്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ പണം അധികം വരുന്നതിന് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ബ്ലോഗുകൾ, എന്റർടൈനർ ബ്ലോഗൊക്കെയാണ് കൂടുതൽ കൊളാബും കാര്യങ്ങളും ഒക്കെ വരുന്നത്. എപ്പോഴെങ്കിലും ആ രീതിയിലേക്ക് കോണ്ടന്റിനെ തിരിച്ചെങ്കിൽ കുറച്ചുകൂടി പണം ഉണ്ടാക്കാമായിരുന്നോ, അല്ലെങ്കിൽ ഇതിന്റെ സാധ്യത ഭയങ്കര ശുഷ്കാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇത് നമ്മൾ ചെയ്യുന്നതിനോട് നമുക്ക് കിട്ടുന്ന ഒരു വിവി നേരത്തെ പറഞ്ഞ കിക്ക് ഉണ്ടല്ലോ, സാറ്റിസ്ഫാക്ഷൻ, തീർച്ചയായും അത്
അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അത് കൂടിയെങ്കിലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പണ്ടേ നിർത്തിയിട്ട് വല്ല വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ ഉറപ്പാ. പക്ഷെ ഇതിൽ കംപ്ലീറ്റ്ലി ഇഷ്ടത്തോടു കൂടിയാ ചെയ്യുന്നത് രണ്ടാളായാലും. നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് ആണല്ലോ അത്. ഇന്നലെയുള്ള ഞാനായിരിക്കും ഇപ്പൊ ഒരു സാധനം ചെയ്ത് കഴിയുമ്പോൾ ഇതുകൂടെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഒരാൾ പറയുമ്പോൾ ഇതുകൂടെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. ഒരു സന്തോഷമാണ് ബേസിക് ഇതിന്റെ. നമ്മൾ ഉദ്ദേശിക്കാൻ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് തന്നെയാണ് മെയിനായിട്ട് കാണുന്നത്. സന്തോഷം നിറയട്ടെ. ബാർഡ് ഓഫ് സ്മോൾ തിങ്സിന് ഇനിയും നമ്മുടെ സാധാരണപ്പെട്ട വാക്കുകളും അതിസാധാരണപ്പെട്ട വാക്കുകളും ഒക്കെ ഉൾപ്പെടുത്തി വീഡിയോസ് ചെയ്യാൻ സാധിക്കട്ടെ. രണ്ടുപേരുടെ നേരത്തിന് ഒരുപാട് നമസ്കാരം. താങ്ക് യു. താങ്ക് യു.